അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മാഗി നൂഡിൽസ്. ഇതുവരെ ആരും തരാത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മക്കളെ നമ്മൾ മാഗി മസാല ഇടാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ ഇവിടെ അണ്ണച്ചിക്കും പപ്പായ്ക്കും ഒന്നും മാഗി ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെള്ളം എന്താ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കണം. തമിഴ്നാട്ടിൽ പോയപ്പോൾ തിരുച്ചിയിൽ ഞങ്ങൾക്കിത് ഉണ്ടാക്കി തന്നു. എൻ്റെ മക്കളെ ഒന്നൊന്നര രുചിയാണ്. ഹൈസു ആണെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ മാഗി വെച്ചിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട മാഗി ഇട്ട് കൊടുക്കാവേ. ഒരാൾ മാഗി എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. ഞാൻ വേഗത്തെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാവോ എന്നറിയത്തില്ല. പുറത്ത് അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഗി വേഗത്തെ നമുക്ക് അന്നേരത്തേന് അടുത്ത കൂട്ടുണ്ടാക്കാം. ഫ്രണ്ട്സ്, ഇതിനകത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും സവോളയെക്കാട്ടി. പിന്നെ നമ്മൾ 2 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പാക്കറ്റ് മാഗി ആയതുകൊണ്ടാണ് 3 മുട്ട എടുക്കുന്നത്. ഇനി ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിയാണ്. ബീഫിൻ്റെ അല്ല ചിക്കൻ്റെ ആണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് നമ്മുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒരു വേറെ ലെവലാക്കുന്നത്. നമ്മൾ ബീഫൊക്കെ കറി വെക്കും, ഇതുപോലെ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ കുട്ടികൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ കറി വെക്കുമ്പോൾ കുറച്ച് ഗ്രേവി എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇതിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാഗി മസാല ചേർത്ത് കൊടുക്കാം. മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കാം. വലിയൊരു കവർ മാഗി. നമ്മൾ ഹൈസൂട്ടിക്ക് കുറച്ച് മാഗി മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം എരിവൊന്നും ഇല്ലാതെ. മാഗിയെല്ലാം നന്നായിട്ട് വെന്ത് കത്തി പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ തയ്യാറാക്കി എടുക്കാം. അതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ടയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും പിന്നെ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഗ്രേവി കൂടെ ചേർത്ത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ എന്നിട്ട് ഈ നല്ലപോലെ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് തവയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഉപ്പുണ്ട്, പിന്നെ നമ്മുടെ മാഗി മസാലയ്ക്കകത്തും ഉപ്പുണ്ട് അതിനാവശ്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ അന്ന് കഴിച്ചത് ഇന്നും ഞങ്ങളുടെ വായിൽ ആ ടേസ്റ്റ് നിൽപ്പുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അടിപൊളിയാണ്. ഗ്രേവിയുടെയും ചിക്കൻ്റെയൊക്കെ ഇത് ഗ്രേവി ഇട്ട് മുട്ട ഓംലേറ്റ് അടിച്ച് അവർ തരും. നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടി വെച്ച തവയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഗ്രേവി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചിക്കി എടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല കത്തി പരുവത്തിന് ചിക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാഗി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ എഗ്ഗ് മാഗി നൂഡിൽസ് റെഡിയായി. കുട്ടികൾക്കൊക്കെ എത്ര കഴിച്ചാലും മതിയാവും. നിങ്ങൾ ഇതുപോലെ ചിക്കൻ വെക്കുമ്പോഴോ ബീഫ് കറി വെക്കുമ്പോഴൊക്കെ അതിന് ശകലം ഗ്രേവി മാറ്റി
കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി. ഭയങ്കര അപാര ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ല സൂപ്പർ ഇതേ മാഗി നൂഡിൽസ് ഇവിടെ എഗ് മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ വെക്കുമ്പോഴോ ബീഫ് കറി വെക്കുമ്പോഴോ അതിൻ്റെ ഇച്ചിരി ഗ്രേവി മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. കഴിക്കാത്ത കുട്ടികളും കൂടെ കഴിക്കും. നമുക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ താമസമാണെങ്കിൽ രാവിലെയും വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴെല്ലാം കൊടുക്കാൻ അടിപൊളി. അതെ, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും നൂഡിൽസ് ആയതുകൊണ്ട്. ഒന്നുണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.